ക്രിമിനൽ കേസ് പ്രതി അർജുൻ ആയങ്കിയുടെ ജാമ്യം റദ്ദാക്കണമെന്ന് കോതമംഗലം പോലീസ് ആവശ്യപ്പെട്ടു. ഇതു സംബന്ധിച്ച് കോതമംഗലം കോടതിയിൽ പോലീസ് റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ്. പോലീസ് ഇൻസ്പെക്ടർക്കെതിരെ ഭീഷണി മുഴക്കുകയും അതിന്റെ പേരിൽ കേസെടുക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ജാമ്യം റദ്ദാക്കാനുള്ള നീക്കം. അതേസമയം താൻ ഉൾപ്പെടെയുള്ളവരെ കള്ളക്കേസിൽ കുടുക്കി ഉപദ്രവിച്ചതിനെതിരെ ആഭ്യന്തരമന്ത്രിയെയും DGPയെയും മനുഷ്യാവകാശ കമ്മീഷനെയും സമീപിക്കുമെന്ന് അർജുൻ ആയങ്കി വ്യക്തമാക്കി. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കണ്ണൂർ സ്വദേശി അർജുൻ ആയങ്കി കോതമംഗലം പോലീസ് ഇൻസ്പെക്ടർക്കെതിരെ സമൂഹമാധ്യമത്തിലൂടെ ഭീഷണി മുഴക്കിയിരുന്നു. ഇതേ തുടർന്ന് IT നിയമപ്രകാരം അർജുൻ ആയങ്കിക്കെതിരെ കോതമംഗലം പോലീസ് കേസെടുത്തിരിക്കുകയാണ്. സംഘടിത കുറ്റകൃത്യം ഉൾപ്പെടെയുള്ള കേസിൽ പുന്നേക്കാടിലെ റിസോർട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തതിലുള്ള വൈരാഗ്യത്തിലാണ് അർജുന്റെ ഭീഷണി. ഈ കേസിൽ റിമാൻഡിലായിരുന്ന അർജുൻ ജാമ്യത്തിൽ പുറത്തിറങ്ങി ഏതാനും ദിവസങ്ങൾക്കകമാണ് അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ ഭീഷണി മുഴക്കിയത്. ഇത് ജാമ്യവ്യവസ്ഥയുടെ ലംഘനമാണെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. ഇതേ തുടർന്നാണ് ജാമ്യം റദ്ദാക്കുന്നതിനുള്ള നടപടികൾ പോലീസ് സ്വീകരിച്ചത്. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പോലീസ് കോതമംഗലം മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു. കോതമംഗലം കോടതിയാണ് അർജുൻ ആയങ്കിക്ക് നേരത്തെ ജാമ്യം അനുവദിച്ചത്. പോലീസിന്റെ ആവശ്യം കോടതി അംഗീകരിച്ചാൽ അർജുൻ വീണ്ടും ജയിലിലാകും. അതേസമയം തനിക്കും ഒപ്പമുണ്ടായിരുന്ന 5 പേർക്കുമെതിരെ കള്ളക്കേസെടുത്ത് പീഡിപ്പിക്കുകയായിരുന്നുവെന്നതുൾപ്പെടെ പോലീസിനെതിരെയുള്ള ആരോപണങ്ങൾ ആവർത്തിച്ച് അർജുൻ ആയങ്കി വീണ്ടും രംഗത്ത് വന്നിട്ടുണ്ട്. ജാമ്യം റദ്ദാക്കാനുള്ള പോലീസ് നീക്കം പുറത്തുവന്നതിന് പിന്നാലെ ഫേസ്ബുക്കിലിട്ട കുറിപ്പിലൂടെയാണ് അർജുന്റെ പ്രതികരണം. തന്റെ പാർട്ടിയുടെ കാവൽ സർക്കാരിന്റെ അവസാന ദിവസമാണ് തനിക്കെതിരെ നടപടിയുണ്ടായത്. തന്റെ പാർട്ടി അധികാരത്തിലിരിക്കുമ്പോൾ കിട്ടാത്ത നീതി UDF സർക്കാരിൽ നിന്ന് ലഭിക്കുമെന്ന് പ്രതീക്ഷയില്ല. എങ്കിലും ആഭ്യന്തരമന്ത്രിക്ക് നിവേദനം നൽകും. പോലീസ് ഗുണ്ടായിസത്തിനെതിരെ നടപടിയെടുക്കുമെന്നാണ് പ്രതീക്ഷ. മനുഷ്യാവകാശ കമ്മീഷനും പോലീസ് മേധാവിക്കും മറ്റ് സാധ്യമായ ഇടങ്ങളിലും പരാതി നൽകുമെന്നും നിയമവിരുദ്ധ പ്രവൃത്തിക്കെതിരെ നീതി ലഭിക്കും വരെ പ്രയത്നിക്കുമെന്നാണ് അർജുൻ ആയങ്കിയുടെ വിശദീകരണം. GTV ന്യൂസ്, കോതമംഗലം.